യുഎസ് മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് നല്ല നെഗറ്റീവിലാണ്. ഏതാണ്ട് നാസ്ഡാക്ക് 2%, ഡൗ ജോൺസ് 1.25%, അതുപോലെ S&P 500 1.5% മുകളിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ നിന്ന് വന്ന ജോബ് ഡേറ്റ വളരെയധികം മോശമായി എന്നുള്ള രീതിയിലാണ് ഡേറ്റ വരുന്നത്. അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ഉള്ളത് വീണ്ടും കുറയുകയാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. ഇതേ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ സെല്ലിംഗ് വന്നു. അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട 7 കമ്പനികൾ 6 കമ്പനികളുടെയും റിസൾട്ട് വന്നു. മെറ്റായും മൈക്രോസോഫ്റ്റും വളരെ നല്ല റിസൾട്ടാണ് പുറത്തു വന്നത്. ബാക്കിയുള്ള കമ്പനികളുടെയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. പക്ഷേ പല കമ്പനികളുടെയും ഗൈഡൻസ് അല്പം മോശമായിട്ടാണ് വന്നേക്കുന്നത്. ആമസോണിന്റെ റിസൾട്ടാണ് ലാസ്റ്റ് വന്നത്. ആമസോണിന്റെ റിസൾട്ടിൽ അതിന്റെ സെയിൽസ് കുറയും, അതുപോലെ ലാഭവും കുറയും എന്നുള്ള ഒരു ഗൈഡൻസ് ആണ്. അതിന്റെ 8%-ഓളാണ് ഓഹരി താഴെ വന്നത്. ഇനി ആ 7 കമ്പനികളിൽ എൻവിഡിയയുടെ റിസൾട്ട് മാത്രമാണ് വരാനുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഏതാണ്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അമേരിക്ക ഇന്ത്യ തീരുവ ഒരു സമവായത്തിൽ എത്താത്തത് എക്കോണമിയെ വീണ്ടും ബാധിക്കാൻ ഇടയുണ്ട്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുമായിട്ട് നമുക്ക് വലിയ തരത്തിലുള്ള ഒരു കയറ്റുമതി ഇല്ല. അതായത് GDP ഒരു 0.3% മാത്രം ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കയറ്റുമതി ഉള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ശക്തമായ വാണിംഗ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന്റെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ചൈനയും റഷ്യയുമാണ് യുക്രൈൻ യുദ്ധ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് കൂടുതൽ സാമ്പത്തിക പിന്തുണ നൽകുന്നത്. അവിടുന്ന് കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്തിട്ട് അത്തരത്തിൽ പിന്തുണ നൽകുന്നത് എന്നുള്ള രീതിയിലുള്ള കമന്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കണം എന്ന തരത്തിലുള്ള രീതിയിലാണ് അമേരിക്കയിൽ നിന്ന് ഉള്ള വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അഭിപ്രായം. പക്ഷേ താരിഫിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഓഗസ്റ്റ് മാസത്തിലേക്ക്, ഓഗസ്റ്റ് 25 അവിടുന്ന് പ്രതിനിധികൾ വരുന്ന ചർച്ച നടക്കുമെന്ന് അറിയുന്നു. പ്രതീക്ഷിച്ചത്ര വേഗതയിൽ ഇനി ചർച്ച നീങ്ങാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വാർത്തകളും വരുന്നുണ്ട്. കാരണം ഇന്ത്യയെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. ഇന്ത്യ അതിനുള്ള പ്രതിരോധ നടപടികൾ തുടങ്ങി അമേരിക്കയുടെ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ ഒക്കെ വരുന്നുണ്ട്. എങ്കിലും മാർക്കറ്റിനെ ഒരുപക്ഷെ ഇത് ഒരു കൺസൾട്ടേഷൻ ഫേസിൽ നിൽക്കുന്നതിന് കാരണമാകാൻ ഇടയുണ്ട്. ഇനി മറ്റൊന്ന്, ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ചില ഡീലുകൾ റദ്ദാക്കിയിട്ടുണ്ട്. യുഎസിന്റെ F-35 തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില വെഹിക്കിൾ, യുദ്ധ മുന്നണിയിൽ ഉപയോഗിക്കുന്ന ചില വെഹിക്കിളിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു. അതും നമ്മൾ വേണ്ട എന്നാണ് പറയുന്നത്. ചില മിസൈൽ സിസ്റ്റങ്ങളും ഇതിനെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളത് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഡീലുകൾ പലതും റദ്ദാക്കിയതും ഒരുപക്ഷെ ഈ താരിഫ് റിലേറ്റഡ് കൺസൾട്ടേഷൻ നീണ്ടുപോകാനുള്ള ഒരു കാരണമാകാം. ഇനി മറ്റൊന്ന്, ഈ ആഴ്ച RBIയുടെ ഡിസിഷനാണ്. പലിശ നിരക്ക് കുറച്ചേക്കില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെ അൺസർട്ടനിറ്റി നിൽക്കുന്നതുകൊണ്ട് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കില്ല. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഒക്കെ കുറവാണ് നിൽക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം വന്ന ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റ വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് ഒരല്പം മോശമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഏതാണ്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പുറത്ത് വന്ന പല കമ്പനികളുടെയും റിസൾട്ട് പ്രതീക്ഷിച്ചത്ര നന്നാകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഒരുപക്ഷെ വരുന്ന ക്വാർട്ടറിലൂടെ അതുകൂടെ മെച്ചപ്പെടുത്തിയാൽ മാർക്കറ്റ് വീണ്ടും ദീപാവലിയോടുകൂടിയൊക്കെ കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഒപ്പക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിനാൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ചയാണ് റിസർവ് ബാങ്കിന്റെ പോളിസി. അന്നത്തെ ദിവസം മാർക്കറ്റിന്റെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. ഇനി